Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ചെറുകുന്ന് പുന്നച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ചെറുകുന്ന് കവണിശ്ശേരി സ്വദേശി വി രജീഷാണ് മരണപ്പെട്ടത്. കാർ സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച് സമീപത്തെ വീട്ടുമതിലും തകർത്തു. പുതിയങ്ങാടി ചൂട്ടാട്ട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ അനുവദിച്ചു. ദീർഘനാളുകളായുള്ള മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും പ്രധാന ആവശ്യമാണ് നടപ്പിലാകാൻ പോകുന്നതെന്ന് എം വിജയൻ MLA. 2 ആഴ്ചക്കാലമായി അടച്ചിട്ട പിലാത്തറ പീരക്കാന്തടം ദേശീയപാത സർവീസ് റോഡ് തുറന്നു. മഴയത്ത് സർവീസ് റോഡിലുണ്ടായ വെള്ളക്കെട്ട് കാരണവും സംരക്ഷണ ഭിത്തിക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമായാണ് റോഡ് അടച്ചത്. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ കുട്ടികളിലൂടെ എന്ന വേറിട്ട പദ്ധതിയുമായി പയ്യന്നൂർ നഗരസഭ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചെറുകുന്ന് പുന്നച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ചെറുകുന്ന് കവണിശ്ശേരി സ്വദേശി വി രജീഷാണ് മരണപ്പെട്ടത്. കാർ സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച് സമീപത്തെ വീട്ടുമതിലും തകർത്താണ് നിന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ചെറുകുന്ന് പുന്നച്ചേരിയിൽ അപകടമുണ്ടായത്. കാഞ്ഞങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മുന്നിലെ സ്കൂട്ടറിലിടിച്ച് എതിർദിശയിൽ വന്ന ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികനായ രജീഷിനെ ഇടിച്ചു തെറിപ്പിച്ച കാർ സമീപത്തെ മതിലും തകർത്താണ് നിന്നത്. പൊളിഞ്ഞു വീഴാറായ മതിലിനടിയിൽ നിന്നാണ് രജീഷിനെ പുറത്തെടുത്തത്. ഗുരുതര പരിക്കേറ്റ ഇയാളെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കവണിശ്ശേരി സ്വദേശിയായ രജീഷ് പഴയങ്ങാടി താവത്ത് ബാർബർ ഷോപ്പ് നടത്തുകയാണ്. ചെറുകുന്ന് പുന്നച്ചേരി സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ ഒരാൾക്കും നിസ്സാര പരിക്കേറ്റു. ഇയാളെ ചെറുകുന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പുതിയങ്ങാടി ചൂട്ടാട്ട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ. ദീർഘനാളുകളായുള്ള മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും പ്രധാന ആവശ്യമാണ് നടപ്പിലാകാൻ പോകുന്നതെന്ന് എം വിജയൻ MLA. മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ഏറെ നാളുകളായുള്ള ആവശ്യമാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വേണമെന്നത്. മത്സ്യബന്ധനത്തിന് ശേഷം ബോട്ടുകൾ കരക്കടുപ്പിക്കുവാൻ ശാശ്വതമായ കേന്ദ്രമില്ല. കാലവർഷത്തിൽ കടലാക്രമണം രൂക്ഷമായാൽ കടൽ തീരത്തോട് മത്സ്യബന്ധനയാനങ്ങൾ അടുപ്പിക്കുവാൻ ഏറെ പ്രയാസമാണ്. ഇത് പരിഹരിക്കുന്നതിനായാണ് മത്സ്യത്തൊഴിലാളികൾ ഫിഷ് ലാൻഡിംഗ് സെന്റർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ ഭാഗമായി MLAയുടെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ഉന്നതോദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുകയും ചെയ്തു. ഇതിന്റെ ആദ്യഘട്ട പദ്ധതിക്കാണ് സർക്കാർ 5 കോടി രൂപ അനുവദിച്ചതെന്ന് MLA പറഞ്ഞു. ഫിഷ് ലാൻഡിംഗ് സെന്റർ വരുന്നതോടെ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. 2 ആഴ്ചക്കാലമായി അടച്ചിട്ട പിലാത്തറ പീരക്കാന്തടം ദേശീയപാത സർവീസ് റോഡ് തുറന്നു. മഴയത്ത് സർവീസ് റോഡിലുണ്ടായ വെള്ളക്കെട്ട് കാരണവും സംരക്ഷണ ഭിത്തിക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമായാണ് റോഡ് അടച്ചിരുന്നത്.
പിലാത്തറയിൽ നിന്നും പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത സർവീസ് റോഡ് അടച്ചിരുന്നത് അധികൃതർ തുറന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സർവീസ് റോഡ് തുറന്നു നൽകിയത്. പിലാത്തറ പീരക്കാന്തടം വരെയുള്ള ഭാഗത്ത് മഴയത്ത് വെള്ളക്കെട്ടുണ്ടായതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ സാധിച്ചിരുന്നില്ല. അതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ചുമടുതാങ്ങി വഴി KSTP റോഡ് വഴിയായിരുന്നു 2 ആഴ്ചയോളം കടന്നുപോയിരുന്നത്. അതിനാൽ ജനങ്ങളും വാഹനയാത്രക്കാരും ഏറെ പ്രയാസപ്പെട്ടിരുന്നു. റോഡ് അടച്ചിട്ടതിനാൽ ഇതിനിടയിലുള്ള പിലാത്തറ UP സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏറെ ദുരിതമനുഭവിച്ചിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സർവീസ് റോഡ് അല്പം ഉയർത്തി ടാറിംഗ് നടത്തിയിരിക്കുകയാണിപ്പോൾ. ദേശീയപാത സംരക്ഷണ ഭിത്തിക്കും അറ്റകുറ്റപ്പണി നടത്തിയാണ് സർവീസ് റോഡ് ഗതാഗതത്തിനായി വീണ്ടും തുറന്നുകൊടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ കുട്ടികളിലൂടെ എന്ന വേറിട്ട പദ്ധതിയുമായി പയ്യന്നൂർ നഗരസഭ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പയ്യന്നൂർ നഗരസഭയിലെ SSLC, +2, LSS, USS ഉന്നത വിജയികളിൽ നിന്നും വൃക്ഷത്തൈകൾ സ്വീകരിച്ചാണ് വിജയത്തുരുത്ത് പദ്ധതി ഒരുക്കുന്നത്. പരിപാടിയുടെ നഗരസഭാതല ഉദ്ഘാടനം കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. അത് നമ്മുടെ തന്നെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള തിരിച്ചറിവ് കുട്ടികളായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നത് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രകൃതി സമ്പത്തിനെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ നാടിനകത്ത് ഓരോ മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം കാണുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ നല്ല നിലയിൽ മനസ്സിലാക്കുകയും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ളതും നമുക്കറിയാം. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ തൈകൾ ഏറ്റുവാങ്ങി. കണ്ടങ്ങാളി സ്കൂളിൽ നിന്നും വിജയികളായ 35 വിദ്യാർത്ഥികളിൽ നിന്നുമാണ് തൈകൾ ഏറ്റുവാങ്ങിയത്. നഗരസഭയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 1103 തൈകളാണ് ശേഖരിക്കുന്നത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP സമീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ M പ്രസാദ്, ഹെൽത്ത് സൂപ്പർവൈസർ PP കൃഷ്ണൻ, ജൈവ വൈവിധ്യ പരിപാലന കൺവീനർ B വിജയൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് PB ബിന്ദു, HM രമ്യ, PV വിനോദ്, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലിക്കോട് മേൽമട്ടലായി ശിവക്ഷേത്രത്തിൽ ഓഫീസിന്റെ പൂട്ട് തകർത്ത് സ്വർണവും വെള്ളിയും 40,000-ഓളം രൂപയും കവർന്നു. ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും പണം കൊണ്ടുപോയി. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ എത്തിയപ്പോഴാണ് ഓഫീസിൽ കള്ളൻ കയറിയതായി അറിയുന്നത്. ഓഫീസിലെ വാതിലിന്റെ ഓടാമ്പൽ തകർത്താണ് വാതിൽ തുറന്നത്. കടലാസുകൾ വലിച്ചുവാരിയിടുകയും നിരീക്ഷണ ക്യാമറ തിരിച്ചുവയ്ക്കുകയും ചെയ്ത മോഷ്ടാവ് DVRന്റെ കേബിളുകൾ വലിച്ചിളക്കിയാണ് കവർച്ച നടത്തിയത്. ചന്തേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SI K രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. വഴിപാടായി ലഭിച്ച സ്വർണവും വിഗ്രഹത്തിൽ ചാർത്താൻ നിർമ്മിച്ച രൂപങ്ങളും ഉൾപ്പെടെ 3.5 പവൻ സ്വർണവും വെള്ളി രൂപങ്ങളും 40,000 രൂപയും ഉൾപ്പെടെ ഓഫീസിലെ അലമാര തകർത്താണ് കവർച്ച നടത്തിയത്. ക്ഷേത്രനടയിലെ കിഴക്കേ ഭണ്ഡാരം തകർത്ത് അതിനുള്ളിലെ പണവും കവർന്നു. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ മതിലിന് ചേർന്ന് കിടന്ന ഭണ്ഡാരം പൊളിച്ച് ആ ഭണ്ഡാരത്തിൽ നിന്നുള്ള മുഴുവൻ തുകയും നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. ഭണ്ഡാരം കുത്തി തുറന്ന് നശിപ്പിച്ചതായിട്ടും പുനരുപയോഗത്തിന് സാധിക്കാത്ത വിധത്തിലും ആയിട്ട് കാണുന്നുണ്ട്. മഴ തുടങ്ങുമ്പോഴേക്കും പിലിക്കോട് കള്ളന്മാർ വിലസുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത ചന്തേരിയിലെ പ്രവാസി K സിദ്ദിഖ് ഹാജിയുടെ വീട്ടിൽ നിന്നും 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയത്. വീട്ടുകാർ പുറത്തുപോയി 6 മണിക്കൂറിനുള്ളിലാണ് വീടിന്റെ വാതിൽ തകർത്ത് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അതേസമയം ക്ഷേത്രത്തിന്റെ ഓഫീസിലെ നിരീക്ഷണ ക്യാമറ തിരിച്ചുവെച്ച് നടത്തിയ കവർച്ചയിൽ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയുടെ നേതൃത്വത്തിലാണെന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പച്ചമീൻ കിട്ടാനില്ല, ഉണക്കമീനിന് കൈപൊള്ളിക്കുന്ന വില. ഭക്ഷണകാര്യത്തിൽ ആകെ വലഞ്ഞിരിക്കുകയാണ് മത്സ്യപ്രേമികൾ. വരുന്ന ആഴ്ചകളിൽ ഉണക്കമീൻ വില ഇനിയും കുറയുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. പച്ചമീനിന്റെ ലഭ്യതക്കുറവും വിലവർധനയുമൊക്കെ തന്നെയായിരുന്നു മലയാളികളുടെ തീന്മേശ
ഉണക്കമീൻ ഭരിക്കാൻ തുടങ്ങിയതിന് കാരണം. എന്നാൽ ഇപ്പോൾ കൈപൊള്ളുന്ന വിലയാണ് ഉണക്കമീനിനും നൽകേണ്ടത്. തമിഴ്നാട് അടക്കമുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉണക്കമീൻ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. കാലവർഷം നേരത്തെ എത്തിയതും മറ്റും ഉണക്കമീൻ ലഭ്യതയും കുറച്ചിരുന്നു. ഇതാണ് കൈപൊള്ളുന്ന വിലയിലേക്ക് ഉണക്കമീനിനെ കൊണ്ടെത്തിച്ചത്. വരും ആഴ്ചകളിൽ വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് മത്സ്യത്തിൻ്റെ ലഭ്യത കുറച്ച് കുറവന്നു. അതേപോലെ തന്നെ ഇപ്രാവശ്യം മീനില്ലാത്തതുകൊണ്ട് പിന്നെ ആൾക്കാർ കൂടുതലായിട്ട് ഇപ്രാവശ്യം ഉണക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പം കുറച്ച് ഉണക്കമീൻ കുറച്ച് ഡിമാൻഡ് ആയിട്ടുള്ളത്. മീൻ എപ്പം എല്ലാ കാലത്തും ഈ സമയത്ത് നല്ല സുലഭമായിട്ട് നല്ല ചെറിയ പൈസ കുറഞ്ഞിട്ട് സാധനം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിന്. ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിമാൻഡ് കൂടിയത് കൊണ്ട് എല്ലാം വരുന്ന ഒറ്റ സ്ഥലത്താണ് കേരളത്തിൽ മൊത്തം ഉണക്കമീനുകൾ എത്തേണ്ടത്. അതുകൊണ്ട് ഡിമാൻഡ് ആയതുകൊണ്ട് ഇപ്പം കുറച്ച് വില കൂടുതലാണ്. ശരാശരി 100 രൂപയോളമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഉണക്കമീനിന് വർദ്ധിച്ചത്. മാന്തൾ, ചെമ്മീൻ, മുള്ളൻ, അയല, സ്രാവ്, മത്തി എന്നിവയാണ് പ്രധാനമായും വിറ്റഴിക്കപ്പെടുന്ന ഉണക്കമീനുകൾ. ചില്ലറ വിൽപ്പനശാലകളിൽ കിലോയ്ക്ക് 300 രൂപയുണ്ടായിരുന്ന മത്തിക്ക് 400 രൂപ വരെ വിലവർധനവുണ്ടായിട്ടുണ്ട്. ഉണക്കമുള്ളന് 250 ഉണ്ടായിരുന്നത് 350-ലെത്തി. 350 രൂപയുണ്ടായിരുന്ന സ്രാവിന് 400 രൂപ നൽകണം. ഉണക്കമാന്തളിനും അയലക്കും എന്നു വേണ്ട എല്ലാ മീനുകൾക്കും തീവില തന്നെയാണ്. മത്സ്യമില്ലാതെ ഊണ് കഴിക്കുക എന്നത് മലയാളിക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ്. ഈ മഴക്കാലം കുറച്ച് നേരത്തെ എത്തിയതൊക്കെ പച്ച മത്സ്യത്തിൻ്റെ ഒരു ലഭ്യത കുറവായതുകൊണ്ട് കൂടുതൽ ആളുകളും ഉണക്കമത്സ്യം വാങ്ങുവാൻ വലിയ ഡിമാൻഡാണ് വിപണിയിൽ ഇപ്പോൾ ഉണക്കമത്സ്യത്തിനുള്ളത്. പക്ഷേ അവിടെയും മത്സ്യത്തിൻ്റെ ലഭ്യത കുറവുണ്ട്. അതുകൊണ്ട് ഉയർന്ന വില നൽകേണ്ടി വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സാധാരണഗതിയിലായി തീരുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഒച്ചിഴയും വേഗതയിൽ. മഴ പെയ്തതോടെ പാലത്തിന്റെ ഇരുവശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നതോടൊപ്പം കുഴികളും രൂപപ്പെട്ടു. പ്രദേശവാസികൾ ദുരിതത്തിൽ. വർഷങ്ങളായി തുടങ്ങിയ പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. മഴ വന്നതോടുകൂടി ഇതുവഴിയുള്ള റോഡ് ചെളിക്കുളമായി മാറി. 100 കണക്കിന് വാഹനങ്ങളാണ് ദിനേന ഇതുവഴി കടന്നുപോകുന്നത്. കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിട്ടുണ്ട്. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡിന്റെയും പാലത്തിന്റെയും പ്രവൃത്തി ഭാഗികമായി പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ റെയിൽവേ പാളത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന ഭാഗം കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചിട്ടേയില്ല. ഇത് റെയിൽവേയുടെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കേണ്ടത്. അധികൃതർ അനാസ്ഥ തുടർന്നാൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ഓവർബ്രിഡ്ജിന്റെ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ പ്രവൃത്തി ഇവിടെ നിശ്ചലമായി കിടക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞു. ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ട് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവേണ്ട ഈ സംവിധാനം തികച്ചും നമ്മുടെ ഗവൺമെന്റിന്റെ, സംസ്ഥാന സർക്കാരായാലും വേറെ സർക്കാരായാലും സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണ് ഈ നിശ്ചലാവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത്. പാലം പ്രവൃത്തി ആരംഭിച്ചതോടെ സമീപത്തെ വീടുകൾക്ക് സമീപവും വെള്ളം കെട്ടിക്കിടക്കുന്നതായും ഇതിലൂടെ ഇഴജന്തുക്കൾ അടക്കമെത്തി ശല്യമുണ്ടാക്കുന്നതായും വീട്ടമ്മമാരും പറയുന്നു. പാമ്പ് വരെ വന്ന് കയറുന്ന വീട്ടിൽ നമ്മളെന്താ ചെയ്യുന്നത്? വിഷമ ആരോടും പറയാൻ കഴിയില്ല. റോഡ് പൊന്തി നമ്മളെ വീട് കുഴിയിലേക്കായി. ബാക്കിൽ പാലത്തിന്റെ പണി തുടങ്ങിയതിന് ശേഷമാണ് ഈ വീടിന് ബുദ്ധിമുട്ട് വന്നത്. കാണേണ്ട ആളെല്ലാം കാണും പറയുകയൊക്കെ ചെയ്തു. ഒരു വഴിയില്ല. ഇപ്പം മതില് നമ്മള് പൊക്കി കെട്ടുവോ ഇത്. ഇനി എന്നാ വഴി എന്ന് വെച്ചാൽ ഇനി ദൈവത്തിന്റെ കൈമേൽ. എനിക്ക് അത്രേ പറയാനാ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഗവേഷണ രംഗത്ത് സജീവമായ കൃഷിശാസ്ത്രജ്ഞർ കാർഷിക രംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കർഷകരുമായി നടത്തിയ സംവാദം വേറിട്ടതായി. വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടന്ന സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടത്തിലും പുറത്തും കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ അവർ ഉന്നയിക്കുകയും ശാസ്ത്രജ്ഞർ അതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. സംവാദത്തിൽ തെങ്ങിന്റെ കൂമ്പുചീയൽ രോഗം പടരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് നിയന്ത്രിക്കുന്നതിന് കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതിനായി നിർദ്ദേശിക്കുകയും ചെയ്തു. വയലുകളിലും കുളങ്ങളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം തടയാനുള്ള മാർഗങ്ങളും ശാസ്ത്രജ്ഞർ പറഞ്ഞുകൊടുത്തു. കാബേജ്, പപ്പായ എന്നിവ ചെറു കഷ്ണങ്ങളാക്കി ഇതിന്റെ ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാനും അതിൽ ആകൃഷ്ടരായി വരുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പ് ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നതിനായുള്ള നിർദ്ദേശം നൽകി. കൂടാതെ മെറ്റാഡീഹൈഡ്
ചെറിയ കഷ്ണങ്ങൾ പല സ്ഥലങ്ങളിലായി നിക്ഷേപിക്കാനും അവർ നിർദ്ദേശിച്ചു. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന കർഷക ശാസ്ത്രജ്ഞ സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, എല്ലാവരും കർഷകരാണ്. എല്ലാവരും പറയും കർഷകൻ എന്നാണ്. നമ്മുടെ തൊഴിലെന്ന് വെച്ചാൽ കർഷകനാണ്. റേഷൻ കാർഡിൽ നോക്കിയാൽ 90% കർഷകനാണ്, അല്ലെങ്കിൽ കൂലി. ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. എല്ലാവരും കർഷകൻ, കൂലി, ഇതേക്കും മറ്റൊന്നും അറിയില്ല. പക്ഷെ യഥാർത്ഥ കർഷകനാണ്. ആ കാർഷിക പോരായ്മകൾ എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം? കേന്ദ്ര സർക്കാരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ലക്ഷക്കണക്കിന് രൂപയാണ് കാർഷിക മേഖലയ്ക്ക് നീക്കിവെക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. സംവാദത്തിൽ കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിലെ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു, തിരുവനന്തപുരം CTCRIയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സന്തോഷ് മിത്ര, എറണാകുളം CMFRIയിലെ ഡോക്ടർ MA പ്രദീപ്, COA അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PK സജീഷ് എന്നീ ശാസ്ത്രജ്ഞരാണ് കർഷകരുമായി നേരിട്ട് സംവദിച്ചത്. തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ A രജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ M സൗദ, AK ഹാഷിം, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ MK ഹാജി, കുടുംബശ്രീ അധ്യക്ഷ M മാലതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ക്ഷേത്രകലാ അക്കാദമിക്ക് സ്വന്തമായി കെട്ടിടം എന്ന അധികൃതരുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും സ്ഥലം കണ്ടെത്താനാകാതെ കേരള ക്ഷേത്രകലാ അക്കാദമി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കും എന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ബജറ്റിൽ വർഷങ്ങളായി 3 കോടി രൂപ ഇതിനായി അനുവദിക്കുന്നുണ്ടെങ്കിലും കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട സ്ഥലം ലഭിക്കാത്തതാണ് കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നത്. നിലവിൽ മാടായി തിരുവർക്കാട്ടുകാവ് ക്ഷേത്രത്തിനോട് ചേർന്നാണ് ക്ഷേത്രകലാ അക്കാദമിയുടെ പ്രവർത്തനം നടന്നുവരുന്നത്. മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ക്ഷേത്രകലാ അക്കാദമി പ്രവർത്തിക്കുന്നത്. വരദായിനി വിശ്രമ മന്ദിരത്തിലാണ് അക്കാദമി പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് അക്കാദമി. മനോഹരമായ തെയ്യം മുഖത്തെഴുത്ത് ശില്പങ്ങൾ, ചുവർചിത്രങ്ങൾ, ലോഹശില്പങ്ങൾ, മരത്തിൽ കൊത്തിയെടുത്ത മനോഹര രൂപങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഇവയെല്ലാം പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളോടുകൂടിയ മനോഹരമായ ഗാലറി ഇവിടെയില്ല. അക്കാദമിക്ക് സ്വന്തം കെട്ടിടം വേണമെന്ന് നാട്ടുകാരും കലാസ്നേഹികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. ക്ഷേത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള അവാർഡുകൾ, ഫെലോഷിപ്പ്, അതുപോലെ വിവിധ ക്ഷേത്രകലാരംഗത്ത് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നതും കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിലാണ്. നിലവിൽ മോഹിനിയാട്ടം, ശാസ്ത്രീയ സംഗീതം, ചെണ്ട, ഓട്ടൻതുള്ളൽ, ചുവർചിത്രം തുടങ്ങിയവ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. 1000ഓളം വിദ്യാർത്ഥികൾ ഇതിനകം ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ക്ഷേത്രകലാ അക്കാദമി UDFന്റെ ഭരണകാലത്ത് അനുവദിച്ചിട്ടുണ്ട്. അന്ന് ഇത് വളരെ കൊട്ടി ആഘോഷം നേരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇടതുപക്ഷ സർക്കാർ വന്ന ശേഷം അതിന് ഭൂമിയും ഇല്ല, സ്ഥലവും ഇല്ല, പൈസയും ഇല്ലാത്തൊരവസ്ഥയാണ്. പുറത്ത് കേൾക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. കാരണം മലബാറിന് അവഗണനയാണ്. കാരണം മലബാറും മാടായി പോലത്തെ പ്രദേശത്ത് ഇങ്ങനെ ഒരു അക്കാദമി വരികയും ഇവിടുത്തെ കുട്ടികൾക്ക് ചണ്ട, മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കാനും അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും. കാരണം തിരുവനന്തപുരത്താണ് ഇന്നെല്ലാം അതിന്റെ ആസ്ഥാനം വന്നത്. മലബാറിൽ കിട്ടുന്ന ഒരു അത്യാവശ്യവും ഈ പ്രദേശത്തിലെ കലാകാരന്മാരുടെ അത്യാവശ്യമായിരുന്നു. പക്ഷെ അത് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. നിലവിൽ അക്കാദമി പ്രവർത്തിക്കുന്നത് മാടായിക്കാവ് ക്ഷേത്രത്തിലെ ചെറിയ ഒരു കെട്ടിടത്തിലാണ്. ഇതിനകത്ത് ഓഫീസും മറ്റുമാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇതിനോട് ചേർന്ന പരിമിതമായ സ്ഥലത്ത് വെച്ചാണ് പരിശീലനം നടത്തിവരുന്നത്. അപര്യാപ്തത കാരണം മിക്ക കോഴ്സുകളും മറ്റ് സ്ഥലങ്ങളിലാണ് നടത്തുന്നത്. മാടായിക്കാവിനോട് ചേർന്ന് മനോഹരമായ രീതിയിൽ ഒരു കെട്ടിടം പണിയുകയാണെങ്കിൽ ഏറെ സൗകര്യപ്രദമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ സൗജന്യമായി സ്ഥലം വിട്ടു നൽകാൻ ദേവസ്വവും തയ്യാറാകുന്നില്ല. ക്ഷേത്രകലാ അക്കാദമിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ മറ്റ് അക്കാദമികൾക്ക് നൽകുന്ന രീതിയിൽ ഫണ്ട് ക്ഷേത്രകലാ അക്കാദമിക്കും അനുവദിക്കണമെന്നാണ് പൊതുജന അഭിപ്രായം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വീടിനരികിലേക്ക് മതിലിടിഞ്ഞു വീണു. പരിയാരം സ്കൂളിനു സമീപത്തെ AR സീമയുടെ വീടിനരികിലേക്കാണ് സമീപത്തെ മതിലിടിഞ്ഞു വീണത്. പരിയാരം സ്കൂളിന് സമീപത്തെ AR സീമയുടെ വീടിനരികിലേക്കാണ് സമീപത്തെ മതിൽ ഇടിഞ്ഞു വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവം നടന്നത്. വലിയ ശബ്ദത്തോടെയാണ് മതിൽ തകർന്നു വീണതെന്ന് സീമ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ മതിലിടിഞ്ഞു പോകുന്നൊരു ശബ്ദം, ഭയങ്കരമായിട്ടൊരു ശബ്ദമായിരുന്നു. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആകെ പേടിച്ചു നമ്മൾ, കുട്ടികളെ എല്ലാവരും ഇല്ല. അപ്പോൾ ഗ്രിൽസ് തുറക്കാൻ നമുക്ക് പേടിയായിപ്പോയി പെട്ടെന്ന്. ഇത്
അപ്പോൾ നമ്മൾ അന്നപാട് വേഗം അപ്പുറത്തെ ചേച്ചീൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് എന്ന് ചോദിച്ചു എന്നാ പറ്റിയാണ്. അപ്പോൾ നമ്മളോട് ഇങ്ങനെ മതിലിടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അന്നപാട് നമ്മൾ പഞ്ചായത്ത് അധികൃതരായിട്ടാണ് ബന്ധപ്പെട്ട് അവർ വന്ന് നോക്കി. പിന്നെ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതൊന്ന് കല്ലെല്ലാം മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്ന് എണ്ണയും രാസപദാർത്ഥങ്ങളും കടലിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന് വന്നതോടെ മീൻ വിൽപ്പന കുറഞ്ഞു. ഇതോടെ ചിക്കന്റെ ഡിമാൻഡ് കൂടി, വിലയും കുതിക്കുകയാണ്. പുറംകടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയപ്പോൾ അടിയായത് മത്സ്യത്തൊഴിലാളികൾക്കാണ്. അടുത്തയാഴ്ച ട്രോളിംഗ് നിരോധനം വരുമെന്നതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയോടെ തയ്യാറെടുക്കുമ്പോഴാണ് കപ്പൽ അപകടമുണ്ടായതും മീനിന് ആവശ്യക്കാർ കുറഞ്ഞതും. കടലിൽ എണ്ണയും കെമിക്കലും പടർന്ന മീൻ കഴിക്കാൻ പാടില്ലെന്ന പ്രചരണത്തിൽ മീൻ വിൽപ്പന കുറഞ്ഞു. ഇതോടെ ചിക്കന്റെ ഡിമാൻഡ് കൂടി, വിലയും കുതിക്കുകയാണ്. 10 ദിവസത്തിനിടെ 40 രൂപയോളമാണ് ചിക്കന് കൂടിയത്. 2 ആഴ്ച മുൻപ് വരെ കോഴിക്ക് കിലോഗ്രാമിന് 130 രൂപ വിലയായിരുന്നത് ഇപ്പോൾ 160-ലെത്തിയിരിക്കുന്നു. കോഴിയിറച്ചി വില 200 രൂപയിൽ നിന്ന് 240 രൂപയുമായി. മഴ കാരണം മീൻപിടുത്തത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മീൻ ലഭ്യത കുറഞ്ഞു. കപ്പലപകടം കാരണം മീനുകൾ സുരക്ഷിതമല്ലെന്ന തോന്നലും ആളുകളെ കോഴിയിറച്ചിയിലേക്ക് ആകർഷിച്ചു. ഇതോടെയാണ് കോഴിവില കൂടിയത്. വേനൽക്കാലത്ത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കോഴി വിൽപ്പന തീരെ കുറവായിരുന്നു. കനത്ത ചൂടിൽ ഇറച്ചികൂടി കഴിക്കുമ്പോൾ ശരീര താപനില ഉയരുന്നത് കാരണമാണ് പലരും കോഴിയിറച്ചി ഒഴിവാക്കിയത്. ഇതോടെ വിലയും കുറഞ്ഞിരുന്നു. കോഴികളെ വളർത്താനുള്ള ചിലവ് പോലും ലഭിക്കാതെ വന്ന കർഷകർക്ക് ഇപ്പോൾ വില കൂടിയത് ആശ്വാസമായി. വെള്ളിയാഴ്ച ബക്രീദാണ്, അതിനാൽ വില ഇനിയും കൂടാനാണ് സാധ്യത. വില വല്ലാതെ കൂടിയാൽ വിൽപ്പനയെ ബാധിക്കുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. PR രാമവർമ്മ രാജയുടെ പേരിൽ രാമവർമ്മ രാജ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാനവസേവാ പുരസ്കാര പ്രഖ്യാപന ചടങ്ങ് വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടന്നു. സിനിമാ താരം ഊർമിള ഉണ്ണി അവാർഡ് പ്രഖ്യാപനവും അനുമോദനവും നിർവഹിച്ചു. PR രാമവർമ്മ രാജയുടെ പേരിൽ രാമവർമ്മ രാജ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാനവസേവാ പുരസ്കാരം തനതു മേഖലയിൽ തിളക്കമാർന്ന പ്രവർത്തനം നടത്തിവരുന്ന വെള്ളോറയിലെ CK ഗംഗാധരന് നൽകുന്ന അവാർഡ് പ്രഖ്യാപന ചടങ്ങ് നടന്നു. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്ര പരിസരത്തു നടന്ന ചടങ്ങിൽ സിനിമാ താരം ഊർമിള ഉണ്ണി അവാർഡ് പ്രഖ്യാപനവും അനുമോദനവും നിർവഹിച്ചു. അതിനൊക്കെ ഓരോ യോഗമുണ്ട്. ഞാൻ എപ്പോഴും പറയും, സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതിയും കൂടിയിട്ട് കൈലാസത്തിലിരിക്കുകയായിരുന്നു. പാർവതി ദേവിയെ കൂടെ സ്മരിക്കണം, സർവകാലം മഹാദേവന്റെ സന്നിധം, അല്ലെ? എപ്പോഴും ഒരുമിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ ആ വഴി കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പരമദാരിദ്ര്യാണ്, കയ്യിൽ പൈസ ഇല്ല, വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം നടന്നു പോകുമ്പോൾ നമശിവായ 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 എന്ന് ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു, നോക്കും ഇത്ര നേരമായി നാമം ചൊല്ലണം, നിങ്ങളുടെ പേരാണ് വിളിക്കണത്, എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കും, വലിയ ബുദ്ധിമുട്ടാണ്, കണ്ടില്ലേ ദാരിദ്ര്യമായിട്ട് നടക്കുന്നത്. PR രാമവർമ്മ രാജ ട്രസ്റ്റ് ജനറൽ കൺവീനർ ഷാജി തലവിൽ ആമുഖഭാഷണം നടത്തി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സോമയാജിപ്പാട് ബ്രഹ്മശ്രീ പ്രൊഫസർ കൊമ്പംകുളം വിഷ്ണു നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. അജിത് രാമവർമ്മ PR രാമവർമ്മ രാജ അനുസ്മരണം നടത്തി. പ്രൊഫസർ P ശങ്കരൻ ഭട്ടതിരിപ്പാട്, M രാധാകൃഷ്ണൻ മാസ്റ്റർ, പ്രേമ സുരേഷ്, MB ഉണ്ണികൃഷ്ണൻ, KC രാജൻ, V ദാമോദരൻ മാസ്റ്റർ, കേണൽ നാരായണൻ PV, P രമേശൻ, രമേശൻ ഹരിത, CK ഗംഗാധരൻ, KP ഷിജു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രായഭേദമില്ലാതെ കൂടുതൽ ആളുകൾ ലഹരിക്കടിമയായി മാറുന്ന പുതിയ കാലത്ത് ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ അവബോധം സൃഷ്ടിക്കുന്ന പരിപാടികൾ അവതരിപ്പിച്ച് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏകപാത്ര നാടക അവതരണവും ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വഴിവിട്ട ജീവിതവും കൊണ്ട് കുടുംബ ബന്ധം ആകെ തകർന്ന കഥാപാത്രത്തെ പ്രമുഖ നാടക പ്രവർത്തകനായ മധു ബേടകം രംഗത്ത് അവതരിപ്പിച്ചു. രചനയും സംവിധാനവും നിർമ്മിച്ച മരണമൊഴി ഏകപാത്ര നാടകം വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ മധു അവതരിപ്പിച്ചു. തുടർന്ന് നെഗറ്റീവ് ലഹരിയല്ല പോസിറ്റീവ് ലഹരിയാണ് നാം വാരിപ്പുണരേണ്ടതെന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NG രഘുനാഥ് ക്ലാസ് എടുത്തു. പ്രധാന അധ്യാപിക VK ശശികല, സീനിയർ അസിസ്റ്റന്റ് N പ്രസാദ്, SRG കൺവീനർ അനീഷ് വെങ്ങാട്ട്, സ്റ്റാഫ് സെക്രട്ടറി സന്ധ്യ സുന്ദരൻ നമ്പ്യാർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശുചിത്വ മിഷൻ കണ്ണൂർ DRP സോമൻ KM ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശുചിത്വ മിഷൻ കണ്ണൂർ DRP സോമൻ KM ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അപ്പോൾ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഉപയോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പ് ഞാൻ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു തുണി ബാഗാണ് ആകെ എൻ്റെ വീട്ടിലുണ്ടായ ഒറ്റ തുണി ബാഗ്. ഇന്ന് അതിന് പകരം തുണി ബാഗിന് പകരം എത്രയോ പ്ലാസ്റ്റിക് സഞ്ചികളാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ കാലഘട്ടം മാറുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങളും ശീലങ്ങളും സ്വഭാവങ്ങളും മാറി വരുന്നതിൻ്റെ ഫലമായിട്ട് മാലിന്യം ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട വസ്തുവായി മാറും. നമ്മളിപ്പോൾ വെറും കൈ വീശിക്കൊണ്ടാണ് കടയിൽ പോകുക, തുണി ബാഗ് എടുക്കുന്ന നാണക്കേടാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ജയചന്ദ്രൻ K അധ്യക്ഷത വഹിച്ചു. ശിഖ ബാലൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇഷ K, നീമ A, NSS ലീഡർ കൃഷ്ണരാജ് P എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ വൃക്ഷത്തൈകളുടെ ബ്ലോക്ക് തല വിതരണോദ്ഘാടനം കാർഷിക നഴ്സറിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിതരണത്തിനായി തയ്യാറാക്കിയ വൃക്ഷത്തൈകളുടെ ബ്ലോക്ക് തല വിതരണോദ്ഘാടനം കാർഷിക നഴ്സറിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നാളെ എല്ലാ സ്ഥലങ്ങളിലും പരിസ്ഥിതി ദിനം ആഘോഷിക്കുക. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ധാരാളം അനുഭവപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KP രമേശൻ, TK രാജൻ, MK കരുണാകരൻ, K സരിത, PV വിജയൻ, അനിൽ പാടാച്ചേരി, അമൽ സജി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകുന്ന് പുന്നച്ചേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ചെറുകുന്ന് കവണിശ്ശേരി സ്വദേശി VV രജീഷാണ് മരണപ്പെട്ടത്. കാർ സ്കൂട്ടറിലും ബൈക്കിലും ഇടിച്ച് സമീപത്തെ വീട്ടുമതിലും തകർത്തു. പുതിയങ്ങാടി ചൂട്ടാട്ട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് 5 കോടി രൂപ അനുവദിച്ചു. ദീർഘനാളുകളായുള്ള മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും പ്രധാന ആവശ്യമാണ് നടപ്പിലാകാൻ പോകുന്നതെന്ന് M വിജയൻ MLA. 2 ആഴ്ചക്കാലമായി അടച്ചിട്ട പിലാത്തറ പീരക്കാന്തടം ദേശീയപാത സർവീസ് റോഡ് തുറന്നു. മഴയത്ത് സർവീസ് റോഡിലുണ്ടായ വെള്ളക്കെട്ട് കാരണവും സംരക്ഷണ ഭിത്തിക്ക് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമായാണ് റോഡ് അടച്ചത്. ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ കുട്ടികളിലൂടെ എന്ന വേറിട്ട പദ്ധതിയുമായി പയ്യന്നൂർ നഗരസഭ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.